എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്ക് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ടെസ്റ്റിങ്ങിൽ വരും. നമ്മൾ ഓൾറെഡി ടെസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. അതിൽ NDTയും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും വരുന്നുണ്ട്, അതുപോലെ DT അഥവാ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും വരുന്നുണ്ട്. നമുക്കിനി അതിൽ ഫസ്റ്റ് വരുന്നത് ടെൻസൈൽ ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ വരുന്നത് നമ്മുടെ UTM ഉപയോഗിച്ചുള്ള ടെൻസൈൽ ടെസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് അല്ലേ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ ടെൻസൈലും ഹാർഡ്നെസ്സും ഇമ്പാക്റ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ SOMൻ്റെ ക്ലാസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ് ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കൃത്യമായിട്ടും നമ്മുടെ ഈ ഒരു UTM ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അതിൽ നമുക്കൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്, അല്ലെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഓൾറെഡി നമ്മൾ SOMൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ ഒരു ടോപ്പിക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നിങ്ങൾ ടെൻസൈൽ ടെസ്റ്റ് നിങ്ങൾ MT ലാബിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും ഫിഗറും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമേ ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ. കാരണം ഞാൻ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്കതിൽ ഗ്രാഫിൽ ഓരോരോ പോയിൻറ്റ്സിലെ ഈ അപ്പർ ഈൽഡ് പോയിൻറ്റ്, ലോവർ ഈൽഡ് പോയിൻറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അങ്ങനെ ഓരോരോ പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും ഞാൻ ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യില്ല. കാരണം ഇത് ഓൾറെഡി നമ്മുടെ SOMൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ SOMൻ്റെ പ്ലേലിസ്റ്റിൽ പോവുക, രണ്ടാമത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അഥവാ ഇനിയിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, SOMൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്, ഏകദേശം 27 മിനിറ്റിൻ്റെ ക്ലാസ്സാണ്. ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഗ്രാഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു മെഷീനിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ കാണുന്നുണ്ടായിരിക്കും. ഒരു അപ്പർ ക്രോസ് ഹെഡ്. ഓക്കെ, ഇവിടെ ഒരു അപ്പർ ക്രോസ് ഹെഡ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പർ ക്രോസ് ഹെഡായിട്ട് വരുന്ന ഏറ്റവും മേലെ വരുന്നൊരു ഭാഗമാണ് അപ്പർ ക്രോസ് ഹെഡ്. ഇവിടെ ഒരു വെർട്ടിക്കൽ ഒരു സ്ക്രൂവിൻ്റെ അറേഞ്ച്മെൻറ്റ് കേട്ടോ. ഒരു ഷാഫ്റ്റിന് ചുറ്റും ഒരു ഗ്രൂവ് അല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്ലൈഡ് ചെയ്യാനാണ്. മൂവബിൾ ക്രോസ് ഹെഡ് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ടും താഴോട്ടും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, ഒന്ന് അപ്പർ ക്രോസ് ഹെഡ്, പിന്നെ ഒന്ന് മൂവബിൾ ക്രോസ് ഹെഡാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ടല്ലേ. സ്പേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവിടെയാണ് ആ ഒരു സ്റ്റീൽ റോഡ് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് താഴോട്ട് പോകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റീൽ റോഡ് പൊട്ടിയിട്ടുണ്ടായിരിക്കുക. അതേപോലെ നമുക്കിവിടെ കംപ്രസീവ് സ്ട്രെങ്ത് അളക്കാൻ നമുക്ക് എന്ത് ചെയ്യുക, സിമെൻറ്റ് ക്യൂബൊക്കെ നമുക്കിവിടെ വെച്ച് കംപ്രസീവ് സ്ട്രെങ്ത് അളക്കാൻ പറ്റും. അതാണ് ഇവിടെ സ്പേസ് ഫോർ കംപ്രസീവ് സ്പെസിമെന്നും അതുപോലെ ഇവിടെ സ്പേസ് ഫോർ ടെൻസൈൽ സ്പെസിമെന്നും കൊടുത്തുള്ളത്. അതായത് രണ്ടും വെക്കേണ്ട സ്ഥാനങ്ങളാണ് കാണിച്ചുള്ളത്. പിന്നെ നമ്മുടെ ഒരു കൺട്രോൾ പാനലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലോഡിങ് നമ്മുടെ ഓപ്പറേറ്റർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് കാണുന്നുണ്ടായിരിക്കും. അവിടെ ലോഡ് ഇൻഡിക്കേറ്റർ കാണിച്ചിട്ട് നമുക്ക് അവിടെ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് അതിലിങ്ങനെ ആ ഒരു കൺസോളിൽ നമുക്ക് ആ ഒരു നീഡിൽ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കിവിടെ അതിൻ്റെ മെഷീനൊക്കെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള സ്വിച്ചസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ കോമൺ ആയിട്ടൊരു UTMൻ്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡയഗ്രം പഠിച്ചിട്ട് നമുക്ക് എക്സാമിനൊക്കെ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, 7 മാർക്കിന് ഈ ഒരു ഡയഗ്രം വെച്ച് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുക. ഈസി ആയിട്ടുള്ള ഡയഗ്രം നിങ്ങൾ ഓൾറെഡി MT ലെവൽ ചെയ്ത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശേഷം കണ്ടിട്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞ പോലെ അതിൽ ലോഡിങ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് ലോഡിങ് യൂണിറ്റ്. അതായത് ഇവിടെ പോയിൻറ്റ്സ് നോക്കാം. ദ ലോഡിങ് ഓഫ് ദ സ്പെസിമെൻ ഈസ് കണ്ടക്റ്റഡ് ഇൻ ദ ലോഡിങ് യൂണിറ്റ്. ഇൻ ദ ഫിഗർ എബോവ് ദ എക്യുപ്മെൻറ്റ് ഇൻ ദ ലെഫ്റ്റ് ഈസ് കോൾഡ് ആസ് ദ ലോഡിങ് യൂണിറ്റ്. ദ ലോഡിങ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ക്രോസ് ഹെഡ്സ്. ദേ ആർ അപ്പർ ഹെഡ്, മിഡിൽ ഹെഡ്, ലോവർ ഹെഡ്. നമ്മൾ കണ്ടു, ഒരു അപ്പർ ഹെഡും ഉണ്ട്, മിഡിൽ ഹെഡും ലോവർ ഹെഡും ഉണ്ട്. ദ ക്രോസ് ഹെഡ്സ് ആർ യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്പെസിമെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് ഹെഡ് എന്തിനാണ് യൂസ് ചെയ്യാം, ഇതാണ് നമ്മുടെ ക്രോസ് ഹെഡ്. അപ്പോൾ നമ്മുടെ ക്രോസ് ഹെഡ് അത് നമ്മൾ ഏത് സ്പെസിനാണോ യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ക്രോസ് ഹെഡ് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ കൺട്രോൾ പാനലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്കറിയാം എന്താണ് കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറ്റിയാൽ മതി. അതായത് നമ്മുടെ മാനുവലായിട്ടുള്ള ഓപ്പറേറ്റർ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ലോഡ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന യൂണിറ്റ് ആയിരിക്കും ആ ഒരു കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കാൻ മാത്രം മതി, ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ SOMൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് കൃത്യമായിട്ടും എന്താണ് പ്രൊപ്പോർഷണൽ ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും ഈൽഡ് പോയിൻറ്റും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ടെൻസൈൽ ടെസ്റ്റിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് പറയാൻ പറ്റിയാൽ മതി. ഓക്കെ, നമ്മൾ അതിലധികം സമയം കളയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി
ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ഹാർഡ്നെസ് ടെസ്റ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യാറുണ്ട്, റോക്ക്വെൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന, നിങ്ങൾ MT ലെവൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റ് മെഷീനിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നിങ്ങൾ ആ ഒരു സ്പെസിമെൻ്റെ മേലെ ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ടെസ്റ്റ് പീസ് അല്ലെങ്കിൽ വർക്ക് പീസാണ്. നമ്മളെന്ത് ചെയ്യും, ഒരു ബോളിൻ്റെ ഇൻഡൻറ്റർ ഉണ്ടായിരിക്കും, ഇതേപോലെ ഒരു ബോൾ ഇൻഡൻറ്റർ ഉണ്ടായിരിക്കുക. നമ്മളെന്ത് ചെയ്യും, ആ ഒരു സ്പെസിമെൻ ആ ഒരു മെഷീൻ്റെ മേലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെ കാണുന്ന പോലെ നമ്മൾ ആ സ്പെസിമെൻ അവിടെ ലൊക്കേറ്റ് ചെയ്യും. ശേഷം എന്ത് ചെയ്യും, ലോഡ് കൊടുക്കുമ്പോൾ ആ സ്പെസിമെൻ്റെ മേലെ എന്ത് ചെയ്യും, ഈ ബോൾ വന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് മേലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. പിന്നെ ആ ക്രിയേറ്റ് ആയുള്ള ഇംപ്രഷൻ്റെ ആ ഡയമെൻഷനിലെ ഒരു സ്മോൾ ലെറ്റർ ഡിയും എത്ര തിക്നെസ് ആണ്, അല്ലെങ്കിൽ എത്ര താഴോട്ടാണ് അത് ഡിഗായി പോയിരിക്കുന്നത്, അത് ആ ഒരു ഡയമെൻഷനൊക്കെ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച്, ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ അവിടുത്തെ ബ്രിന്നൽ ഹാർഡ്നെസ് നമ്പർ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇതിൽ ഓർക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഒരു ഡയഗ്രം വരയ്ക്കുക, ഈ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കാം. അപ്പോൾ ഈ ഡയഗ്രം പഠിക്കുമ്പോൾ അതൊരു 3D പോലത്തെ ഡയഗ്രാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇത് റോക്ക്വെൽ ടെസ്റ്റിംഗ് മെഷീൻ്റെ ഫിഗറാണ്. നിങ്ങൾ ഈ ഫിഗർ പഠിച്ചു വെച്ചാലും മതി. കോമൺ ആയിട്ട് ബ്രിന്നൽ ചോദിച്ചാലും റോക്ക്വെൽ ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, സെയിം ഇവിടെ ഉണ്ടായിരിക്കും, അല്ലെ മേലെ നമ്മുടെ ഒരു ഇൻഡൻറ്ററിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇൻഡൻറ്റർ. പിന്നെ ആൻവിൽ, നമ്മൾ വർക്ക് പീസ് വെക്കുന്ന ആൻവിൽ ഉണ്ടായിരിക്കും. പിന്നെ എലിവേറ്റ് ചെയ്യാനുള്ള സ്ക്രൂവിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഹാൻഡ് വീൽ തിരിക്കുമ്പോഴായിരിക്കും അത് താഴോട്ട് മേലോട്ടൊക്കെ ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അവിടെ ഒരു ലിവർ, ചിലപ്പോൾ ഓൺ ആക്കാനോ അല്ലെങ്കിൽ ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ് ആക്കാനൊക്കെ ഉള്ള ഒരു ലിവർ ഉണ്ട്. പിന്നെ മൈക്രോസ്കോപ്പിക് അറേഞ്ച്മെൻ്റ് ഉണ്ട്, മൈക്രോസ്കോപ്പിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഡയഗ്രാം നിങ്ങൾ ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റിൻ്റെ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കുക. അവിടെ സംഭവിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ ദിസ് ടെസ്റ്റ് എ സ്റ്റാൻഡേർഡ് ഹാർഡൻഡ് സ്റ്റീൽ ബോൾ diameter 10 mm is pressed into the surface of the specimen by gradually applied load which is maintained on the specimen for definite time. അപ്പോൾ അതൊക്കെ ഞാൻ ഇത്രയും സ്പീഡിൽ പറയാൻ കാരണം നിങ്ങൾ ഓൾറെഡി MT ലെവൽ ചെയ്ത കാര്യം തന്നെയാണല്ലേ. എന്തായാലും ഒരു 10 mm ഡയമീറ്ററുള്ള ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീൽ ബോൾ എന്ത് ചെയ്യും, നമ്മൾ സ്പെസിമെൻ്റെ മേലെ വെച്ച് ലോഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് സമയം, ഒരു 10 to 30 സെക്കൻഡ്സിനിടയ്ക്കായിരിക്കും നമ്മൾ ആ സമയം ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. 3000 kilogram ഫോഴ്സ് ലോഡ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഫെറസ് അലോയ്സ്. അപ്പോൾ ഫെറസ് അലോയ്സ് ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ 3000 kilogram ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ വെൻ ബ്രാസ് അല്ലെങ്കിൽ സോഫ്റ്റ് അലോയ്സ് ആർ ടെസ്റ്റഡ് 500 kgf ഈസ് യൂസ്ഡ്. അപ്പോൾ ബ്രാസോ അല്ലെങ്കിൽ സോഫ്റ്റ് അലോയ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, 500 kilogram ഫോഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ദ ടൈം ഓഫ് ലോഡിംഗ് ഈസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ 10 to 30 seconds ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റൽ ബീയിങ് എക്സാമിൻഡ്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് മെറ്റലാണോ എക്സാമിൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ചായിരിക്കും ആ ടൈമിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2-3 പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന് സ്റ്റീൽ ബോളിൻ്റെ കാര്യം പറയുന്നു, ഒന്ന് ലോഡ് കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നു, പിന്നെ ടൈമിൻ്റെ കാര്യം പറയുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണുന്ന പോലെ ഒരു ഇക്വേഷൻ കണ്ടോ, 2p/πd ഇൻറ്റു d മൈനസ് റൂട്ട് ഓഫ് d² മൈനസ് സ്മോൾ d² ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടായ ഇംപ്രഷനും അതുപോലെ തന്നെ ആ ഒരു ഡിഗായി പോയിണ്ടായിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന ലോഡും എല്ലാം കൂടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാകുന്ന ബ്രിന്നൽ ഹാർഡ്നെസ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെറ്റീരിയലിൻ്റെ ബ്രിന്നൽ ഹാർഡ്നെസ് നമ്പർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റ് പോലെ തന്നെയാണ് നമ്മുടെ റോക്ക്വെൽ ടെസ്റ്റും വരുന്നത്. നമുക്ക് ഈ ഫിഗർ നോക്കാം. ഫിഗർ പ്രധാനമായിട്ടും വരുന്നതാണ് ഒരു ഡയൽ, പിന്നെ ഇൻഡൻറ്റർ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡർ ഉണ്ടായിരിക്കും. അതിൻ്റെ മേലെ നമ്മൾ ഇൻഡൻറ്റർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടെസ്റ്റ് പീസ് വെക്കാനുള്ള സ്ഥലമാണ്. പിന്നെ സ്ക്രൂവിൻ്റെ ഒരു അതിന് കാരണം നമ്മൾ ആൻവിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് നമുക്ക് താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ലോഡ് ചെയ്യാനുള്ള ഒരു ലിവറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് വായിച്ചു നോക്കാം, പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ചു നോക്കാം. ടെസ്റ്റിംഗ് മെഷീൻ ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് ഡസ് നോട്ട് റിക്വയർ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഫ്രീ ഫ്രം പേഴ്സണൽ എറേഴ്സ് ആൻഡ് ഓൾസോ ഫാസ്റ്റർ. അപ്പോൾ നമുക്ക് റോക്ക്വെൽ ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും, അവിടെ ആ ഒരു ഡയലിൽ നമുക്ക് അവിടുത്തെ റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ ഒന്നും അളക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ബ്രിന്നലിലാകുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, MT ലെവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് വെച്ച് നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡയമെൻഷൻ ഉണ്ടായുള്ള ആ ഒരു ഇംപ്രഷൻ നിങ്ങൾ അളന്ന് സ്കെയിൽ ഉപയോഗിച്ച് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് നിങ്ങൾ അളന്നിട്ടുണ്ടായിരിക്കും. സർഫസ് പോളിഷിംഗ് ഓഫ് ദ സ്പെസിമെൻ ഈസ് നോട്ട് റിക്വയർഡ്. അതുപോലെ നമ്മൾ സ്പെസിമെൻ സർഫസ് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കമ്പയർഡ് ടു ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റ് ദിസ് ടെസ്റ്റ് റിക്വയർസ് മച്ച് സ്മോളർ പെനിട്രേറ്റേഴ്സ് ആൻഡ് ലോഡ്. അപ്പോൾ നമുക്കിവിടെ കുറഞ്ഞ ലോഡും പെനിട്രേറ്റേഴ്സിൻ്റെയും ആവശ്യമുള്ളൂ. ദർ ആർ 9 സ്കെയിൽസ് ഓൺ ദ ഡയൽ.
എ ടു എച്ച് ആൻഡ് കെ. അപ്പോൾ ഇവിടെ 9 സ്കെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എ തൊട്ട് എച്ച് വരും, ഇതുപോലെ കെ എന്ന് പറയുന്ന സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബട്ട് ബി സ്കെയിൽ ആൻഡ് സി സ്കെയിൽ ആർ വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബി സ്കെയിലും സി സ്കെയിലാണ്. അപ്പോൾ എന്താണ് ബി സ്കെയിലും സി സ്കെയിലും നോക്കുക. ബി സ്കെയിൽ യൂസസ് 1.58 mm ഡയമീറ്റർ ബോൾ. അപ്പോൾ നമ്മൾ ബി സ്കെയിൽ യൂസ് ചെയ്യുന്നത് 1.58 mm ഡയമീറ്ററുള്ള ഒരു ബോൾ ഇൻഡൻറ്റർ ആയിരിക്കും ടു റെക്കോർഡ് ദ ഹാർഡ്നെസ് ഓഫ് ദ സോഫ്റ്റ് മെറ്റൽസ്. എന്നാൽ സി സ്കെയിൽ ആകുമ്പോൾ യൂസസ് ഡയമണ്ട് കോൺ. ഓക്കെ, 120 ഡിഗ്രി ആംഗിളുള്ള ഡയമണ്ട് കോൺ ഇൻഡൻറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ 0.2 mm ടിപ്പ് റേഡിയസ് ഉള്ള ഒരു ഡയമണ്ട് കോൺ ഇൻഡൻറ്റർ ആയിരിക്കും നമ്മൾ സി സ്കെയിലിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ആണ് അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വരുന്നത്. പിന്നെ അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ നോക്കാം. ദ ടെസ്റ്റ് സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ മെഷീൻസ് ടേബിൾ. എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ നമ്മൾ ഈ ടേബിളിൻ്റെ മേലെ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെക്കും. ശേഷം ദ ടെസ്റ്റ് പീസ് ഈസ് റേസ്ഡ് അപ്പ് അഗൈൻസ്റ്റ് ദ ഇൻഡൻറ്റർ ആൻഡ് മൈനർ ലോഡ് 10 kg ഈസ് അപ്ലൈഡ് ടിൽ ദ നീഡിൽ ഓൺ ദ ഡയൽ റീഡ് 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് മേലെ വർക്ക് പീസ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഹാൻഡ് വീൽ തിരിക്കുക, അതിന് മേലേക്ക് റേസ് ചെയ്യുക. അതിൽ പിന്നെ 10 kg ലോഡ് കാണിക്കുന്നവരെന്ത് ചെയ്യും, ഡയൽ 10 kg ലോഡ് വരെ കൊടുക്കും, മൈനർ ലോഡ് കൊടുക്കുക. നമ്മുടെ ഡയലിൽ 0 കാണിക്കുന്നവരെ എന്ത് ചെയ്യാം, 10 kg ഒരു സ്മോൾ ലോഡ് മൈനർ ലോഡ് കൊടുക്കുക. നൗ മേജർ ലോഡ് ഓഫ് 100 kg ഫോർ ബി സ്കെയിൽ ഓർ 150 kg ഫോർ സി സ്കെയിൽ ഇസ് അപ്ലൈഡ്. അപ്പോൾ നമ്മൾ ഏത് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും, ബി സ്കെയിൽ ആണെങ്കിൽ 100 kg മേജർ ലോഡും കൊടുക്കുക, അല്ലെങ്കിൽ സി സ്കെയിൽ ആണെങ്കിൽ 150 kg മേജർ ലോഡും കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, വിഡ്രോ ദ മേജർ ലോഡ് ആൻഡ് ലോവർ ദ ടെസ്റ്റ് പീസ്. ശേഷം ലോഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ലോഡ് വിഡ്രോ ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, ടെസ്റ്റ് പീസ് നമ്മൾ അവിടെ നിന്ന് മാറ്റിയെടുക്കുക. ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽ ഈസ് റീഡ് ഡയറക്റ്റ്ലി ഫ്രം മെഷീൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റോക്ക്വെൽ ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് മെഷീനിൻ്റെ ഡയലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർഡ്നെസ് നമുക്ക് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. തൊട്ട് മുന്നേ പഠിച്ച ബ്രിന്നലാകുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്ക് കിട്ടിയ ഡയമെൻഷനൊക്കെ വെച്ച് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ബ്രിന്നൽ ഹാർഡ്നെസ് നമ്പർ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ എന്താണ്, റോക്ക്വെല്ലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മെഷീനിൽ തന്നെ ആ ഡയലിൽ നമുക്ക് റീഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ. അപ്പം ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിൾ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഗർ വരയ്ക്കാനും പഠിക്കണം, അതിൻ്റെ വർക്കിംഗ് പറയാനും പറ്റണം. ഇതിൽ കാണുന്ന പോലെ ഈ വർക്കിംഗ് പറയാൻ പറ്റണം. ജസ്റ്റ് ഇതിൽ പറ്റുന്ന 2-3 പോയിൻറ്റ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ബ്രിന്നലും റോക്ക്വെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് 7 മാർക്കിന് ചോദിക്കുന്നതാണ്. UTM ചോദിച്ചിട്ടുണ്ട്, റോക്ക്വെൽ ചോദിച്ചിട്ടുണ്ട്, ബ്രിന്നൽ ചോദിച്ചിട്ടൊക്കെ 7 മാർക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് ഫിഗർ വരച്ചാൽ 3 മാർക്ക് കിട്ടും, അതിൻ്റെ വർക്കിംഗ് എഴുതിയാൽ ബാക്കി 4 മാർക്ക് കിട്ടും, മൊത്തം നമുക്ക് 7 മാർക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്ന നമ്മുടെ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഹാർഡ്നെസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നോക്കാം. ടെസ്റ്റ് സിമിലർ ടു ബ്രിന്നൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ്. എ ഡയമണ്ട് സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ഇൻഡൻറ്റർ വിത്ത് 136 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു ഡയമണ്ട് കോൺ പിരമിഡാണ്, അല്ലെങ്കിൽ ഒരു ഡയമണ്ട് സ്ക്വയർ ബേസുള്ള പിരമിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ പറയുന്നുണ്ട് 136 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന പോലെ 136 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എന്ത് ചെയ്യും, നമ്മൾ ഇതിപ്പോൾ നമ്മുടെ വർക്ക് പീസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ കാണുന്ന പോലെ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ആ ഇൻഡൻറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ മേലേക്ക് ലോഡ് ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ അടിഭാഗം കുഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ഹാർഡ്നെസ് കാരണം എന്ത് ചെയ്യും, അതിനെ ഡിഗ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഡിഗ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അവിടെ ആ സ്ക്വയറിൻ്റെ ഇവിടെ ഡി കാണിച്ചുകൊണ്ടോ ആ സ്ക്വയറിൻ്റെ ഡയഗണൽ നമ്മൾ അളന്ന് നോക്കുക. ഡയഗണൽ എന്ന് പറഞ്ഞല്ലേ, ഇത് സ്ക്വയർ ആണെങ്കിൽ ഇതും ഡയഗണൽസ് ആണ്. അപ്പോൾ ഡയഗണലിൻ്റെ അളവ് അളന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, അവിടെ ഈ കാണുന്ന പോലത്തെ ഇക്വേഷനിലേക്ക് കൊടുത്തിട്ടായിരിക്കും നമ്മൾ വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രധാന പാർട്സൊക്കെ തന്നെ ഉണ്ടായിരിക്കാം. ഒരു ഐ പീസ് പറഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു വർക്ക് പീസ് വെക്കുന്ന സമയത്ത് അതിനെ സൂം ചെയ്ത് നമുക്ക് കുറച്ച് വലുതായി കാണാൻ നമുക്കവിടെ ഐ പി സി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ടോർട്ട് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ആ ഒരു ഇൻഡൻറ്റർ ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ്. പിന്നെ അതിൻ്റെ മേലെ ഇൻഡൻറ്റർ വെക്കും, നമ്മുടെ ഡയമണ്ട് സ്ക്വയർ പിരമിഡ് അതിൻ്റെ മേലെ ഫിറ്റ് ചെയ്യും. ടെസ്റ്റ് ആൻവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് പീസ് വെക്കുന്ന ഭാഗമാണ്. പിന്നെ സ്ക്രൂവിൻ്റെ അറേഞ്ച്മെൻറ്റ്, ലിഫ്റ്റിംഗ് സ്ക്രൂ,
നമ്മുടെ പവർ സ്വിച്ച് കേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ കൺട്രോൾ പാനലുകളാണ്. അപ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഫിഗറൊക്കെ ഏകദേശം എല്ലാം മൂന്നായാലും ഏകദേശം സെയിം തന്നെ വരച്ച് പഠിക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങളും ഇവിടെ ഇപ്പോൾ ഒരു ഐ പീസ് മറ്റേലാകുമ്പോൾ മൈക്രോസ്കോപ്പ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കോമൺ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ലിഫ്റ്റിംഗ് സ്ക്രൂ ഉണ്ടാവും, ഇവിടെ ടെസ്റ്റ് ആൻവിൽ ഉണ്ടായിരിക്കും, ഇവിടെ ഇൻഡൻറ്റർ ഉണ്ടായിരിക്കും, പിന്നെ ഇവിടെ പവർ സ്വിച്ച് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും, ഇവിടെ ഇങ്ങനെ വെർട്ടിക്കൽ കോളം, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഫിഗർ എല്ലാത്തിനും കൂടി ഒരു ഫിഗർ ശരിക്കും പഠിച്ച് വെച്ചാൽ മതി. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ വർക്കിംഗ് എഴുതുമ്പോൾ മാത്രം മാറ്റം വരുത്തി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ലോഡ് വാരീസ് ഫ്രം 5 kg to 120 kg. അപ്പോൾ ലോഡ് വാരി ചെയ്യുന്നത് 5 തൊട്ട് 120 kg വരെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ നമ്മൾ 5 കിലോങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എന്തെങ്കിലും ലോഡ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ദ സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ആൻവിൽ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആൻവിലിൻ്റെ മേലെ സ്പെസിമെൻ വെക്കും. വിച്ച് ഈസ് ദെൻ റേസ്ഡ് ടു ഇൻഡൻറ്റർ. എന്ത് ചെയ്യും, ശേഷം ആ സ്ക്രൂ തിരിക്കുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ആൻവിൽ തിരിക്കുമ്പോൾ മേലേക്ക് റേസ് ആവും. ലോഡ് ഈസ് അപ്ലൈഡ് ആൻഡ് ദെൻ റിമൂവ്. ലോഡ് അപ്ലൈ ചെയ്യുക പിന്നെ റിമൂവ് ചെയ്യുക. അല്ലെ, ലോഡ് അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ ഇംപ്രഷൻ ഉണ്ടാവും, പിന്നെ റിമൂവ് ചെയ്യുക. ഇൻഡൻറ്റർ മേക്സ് സ്ക്വയർ ഇംപ്രഷൻ. അതിനകത്ത് പറഞ്ഞ പോലെ ആ ഇൻഡൻറ്റർ അല്ലേ ഇങ്ങനെ സ്ക്വയർ പിരമിഡാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇത് വെച്ച് നമ്മൾ അതിൻ്റെ മേലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്കൊരു സ്ക്വയർ ഷേപ്പായിരിക്കും ഫൈനലി അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടായിരിക്കുക. ആ സ്ക്വയർ ഷേപ്പിൻ്റെ ഡയഗണലിൻ്റെ അളവ് നോക്കുക. ഓക്കെ, ഡയഗണൽ ഓഫ് ഇംപ്രഷൻ ഈസ് മെഷേർഡ്. പറഞ്ഞ പോലെ അതിൻ്റെ ഡയഗണലിൻ്റെ അളവ് മെഷർ ചെയ്യുക. യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വെരി തിൻ ആൻഡ് വെരി ഹാർഡ് മെറ്റീരിയൽസ്. അപ്പോൾ വെരി തിന്നായിട്ടും വെരി ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഹാർഡ്നെസ് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യുക, ഹാർഡ്നെസ് നമ്പർ കാണാൻ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുക. 2p sin θ/2 d². ദ ഹാർഡ്നെസ് നമ്പർ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ. അതിൽ ഓരോ ടേം എന്ന് പറഞ്ഞാൽ VP എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ DP എന്ന് പറഞ്ഞാൽ വിക്കേഴ്സ് അല്ലെങ്കിൽ ഡയഗണൽ പിരമിഡ് നമ്പറാണ്. P എന്ന് പറഞ്ഞാൽ ലോഡ് കൊടുക്കുന്ന ലോഡ്. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ്. ഓപ്പോസിറ്റ് ഫേസ് നമ്മൾ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സ്മോൾ d എന്ന് പറഞ്ഞാൽ മീൻ ലെങ്ത് ഓഫ് 2 ഡയഗണൽസ് ഇൻ mm. അപ്പോൾ 2 ഡയഗണൽസ് ഉണ്ടാവില്ല, സ്ക്വയർ ആകുമ്പം എന്തായിരിക്കും, ഈ ഡയഗണലുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മീൻ എടുക്കുക, mm എടുക്കുക. അത് കൊടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഏതൊക്കെയാണ് നോക്കാനുള്ളത്, വിഷ്വൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, പിന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, പിന്നെ ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, പിന്നെ റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്കത് അടുത്ത നമ്മുടെ NDT അഥവാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.